ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിനായിട്ടുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടി ക്ലാസ്സുകളുണ്ട്. ഒരു 2 ക്ലാസ്സോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന വിഷയം, അതിൽ നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പാറ്റേണും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ 40 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കും? കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇതൊരു വാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിനായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുകയാണ്. നന്നായിട്ട് പഠിക്കുക, ലക്ഷ്യം മാത്രം മുന്നിൽ കാണുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം പൊതുചെലവും പൊതുവരുമാനവും നോക്കാം. ഇതിലൊക്കെ ഓരോ ചോദ്യങ്ങളും വന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ പോയിൻറ്റ്സ് എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സർക്കാരിൻ്റെ ചെലവുകൾ അറിയപ്പെടുന്നത് പൊതുചെലവ് എന്നാണ്. സർക്കാരിൻ്റെ ചെലവുകൾ അറിയപ്പെടുന്നത് പൊതുചെലവ് എന്നാണ്. രണ്ട് തരം പൊതുചെലവുകളുണ്ട്. വികസന ചെലവുകൾ, വികസനേതര ചെലവുകളും വികസനേതര ചെലവുകളും. ഇന്ത്യയിൽ പൊതുചെലവ് വർധനവിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം എന്നിവയാണ്. ഇന്ത്യയിൽ പൊതുചെലവ് വർദ്ധിക്കാൻ കാരണം എന്താണ്? ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം എന്നിവയാണ്. സർക്കാരിൻ്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം. 2 തരം വരുമാന മാർഗങ്ങളുണ്ട്. 1 നികുതി വരുമാനം, 2 നികുതി ഇതര വരുമാനം. 2 നികുതി ഇതര വരുമാനം. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് നികുതികളാണ്. നികുതികൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടി ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. 2 തരം നികുതികളുണ്ട്. പ്രത്യക്ഷ നികുതികൾ, പരോക്ഷ നികുതികൾ. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയാണ് പ്രത്യക്ഷ നികുതി. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 നികുതികളാണ് വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ആദായ നികുതി പിരിക്കുന്നത് ഏതു നിയമപ്രകാരമാണ്? 1961 ആദായ നികുതി നിയമം. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ആദായ നികുതി പിരിക്കുന്നത് ഏതു നിയമപ്രകാരമാണ്? 1961 ആദായ നികുതി നിയമം. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സർക്കാരിൻ്റെ ചെലവുകൾ അറിയപ്പെടുന്നത് പൊതുചെലവ്. 2 തരം പൊതുചെലവുകളുണ്ട്. വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ഇന്ത്യയിൽ പൊതുചെലവ് വർധനവിൻ്റെ പ്രധാന കാരണങ്ങൾ ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം. സർക്കാരിൻ്റെ വരുമാനം അറിയപ്പെടുന്നത് പൊതുവരുമാനം. 2 തരം വരുമാന മാർഗങ്ങളാണുള്ളത്. നികുതി വരുമാനം, നികുതി ഇതര വരുമാനം. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് നികുതികൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. 2 തരം നികുതികളുണ്ട്. പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികൾ. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ആദായ നികുതി പിരിക്കുന്നത് ഏതു നിയമപ്രകാരമാണ്? 1961 ആദായ നികുതി നിയമം. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം നികുതിയാണ് പരോക്ഷ നികുതി. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം നികുതിയാണ് പരോക്ഷ നികുതി. ഒരു രാജ്യം ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കാൻ വേണ്ടി പ്രധാന പരോക്ഷ നികുതികളെ എല്ലാം ചേർത്ത് നടപ്പിൽ വരുത്തിയ നികുതിയാണ് ചരക്കു സേവന നികുതി അഥവാ GST. ഒരു രാജ്യം ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കാൻ വേണ്ടി പ്രധാന പരോക്ഷ നികുതികളെല്ലാം ചേർത്ത് നടപ്പിൽ വരുത്തിയ നികുതിയാണ് ചരക്കു സേവന നികുതി അഥവാ GST. എന്താണ് GSTയുടെ ഫുൾ
ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് ജി എസ് ടിയുടെ മുഴുവനായ പേര്. ജി എസ് ടി പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ജി എസ് ടി പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന പരോക്ഷ നികുതികളാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന പരോക്ഷ നികുതികൾ ഏതെല്ലാമാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. വ്യാപാരികൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എത്ര രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവ് ഉണ്ടെങ്കിലാണ്? 20 ലക്ഷം. വ്യാപാരികൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എത്ര രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവ് ഉണ്ടെങ്കിലാണ്? 20 ലക്ഷം. അടുത്തത് ജി എസ് ടി എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. സി ജി എസ് ടി ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്, എസ് ജി എസ് ടി സംസ്ഥാന ഗവൺമെൻറ്, ഐ ജി എസ് ടി ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജി എസ് ടി ആണ്, അത് ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജി എസ് ടി ആണ്, അത് ചുമത്തുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. ഐ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ആണ്, ഇത് ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്നതാണ് ഐ ജി എസ് ടി. ഐ ജി എസ് ടി കേന്ദ്ര സർക്കാർ പിരിച്ചതിനു ശേഷം സംസ്ഥാന വിഹിതം നൽകുകയാണ് ചെയ്യുന്നത്. ഐ ജി എസ് ടി കേന്ദ്ര സർക്കാർ പിരിച്ചതിനു ശേഷം സംസ്ഥാന വിഹിതം നൽകുകയാണ് ചെയ്യുന്നത്. സി ജി എസ് ടി, എസ് ജി എസ് ടി എന്നിവ ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. സി ജി എസ് ടി, എസ് ജി എസ് ടി എന്നിവ ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ജി എസ് ടി നൽകേണ്ടതില്ല. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ജി എസ് ടി നൽകേണ്ടതില്ല. ജി എസ് ടിയിലെ നികുതി നിരക്കുകൾക്ക് എത്ര സ്ലാബുകളാണുള്ളത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ജി എസ് ടിയിലെ നികുതി നിരക്കുകൾക്ക് എത്ര സ്ലാബുകളുണ്ട്? 4 സ്ലാബുകളാണ് ഉള്ളത്. 5%, 12%, 18%, 28%. ജി എസ് ടിയിലെ നികുതി നിരക്കുകൾക്ക് എത്ര സ്ലാബുകളാണുള്ളത്? 4 സ്ലാബുകളാണുള്ളത്. 1 5%, 2 12%, 18%, 28%. ഓക്കെ, നമ്മൾ സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ ജി എസ് ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എത്ര ശതമാനം ജി എസ് ടി എന്ന്. ഓക്കെ, അങ്ങനെ 4 പാറ്റേൺ ആണുള്ളത്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ജി എസ് ടി സമിതി ചെയർമാൻ ആരായിരിക്കും? കേന്ദ്ര ധനകാര്യമന്ത്രി. ജി എസ് ടി സമിതി ചെയർമാൻ ആരായിരിക്കും? കേന്ദ്ര ധനകാര്യ മന്ത്രി. ജി എസ് ടി സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാം? സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ. സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ എന്നിവർ ചേർന്നതാണ് ജി എസ് ടി സമിതിയിലെ അംഗങ്ങൾ. അടുത്തത് ജി എസ് ടി സമിതിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവ ശുപാർശ ചെയ്യുക. ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവ ശുപാർശ ചെയ്യുക. ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും ശുപാർശ ചെയ്യുക. ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും ശുപാർശ ചെയ്യുക. നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ, നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുക. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുക. ഓക്കെ, ഇവയെല്ലാമാണ് ജി എസ് ടി സമിതിയുടെ ചുമതലകൾ. ഒന്നുകൂടെ നോക്കാം. ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവ ശുപാർശ ചെയ്യുക. ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും ശുപാർശ ചെയ്യുക. നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുക. ഇതെല്ലാമാണ് ജി എസ് ടി സമിതിയുടെ ചുമതലകൾ. അടുത്തത്, നിലവിൽ ജി എസ് ടി പരിധിയിൽപ്പെടാത്ത ഇനങ്ങൾ എന്തെല്ലാം?
GSTയുടെ പരിധിയിൽപ്പെടാത്ത ഇനങ്ങൾ. ഒന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് അസംസ്കൃത പെട്രോളിയം, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം എന്നിവ അടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം എന്നിവയിൽ GSTയുടെ പരിധിയിൽപ്പെടുന്നതല്ല. എന്താണ്? GSTയുടെ പരിധിയിൽപ്പെടാത്ത ഇനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ എന്തെല്ലാമാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഏതെല്ലാമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ? അസംസ്കൃത പെട്രോളിയം, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അതുപോലെ വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം എന്നിവ GSTയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം നികുതിയാണ് പരോക്ഷ നികുതി. ഒരു രാജ്യം ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കാൻ വേണ്ടി പ്രധാന പരോക്ഷ നികുതികളെല്ലാം ചേർത്ത് നടപ്പിൽ വരുത്തിയ നികുതിയാണ് ചരക്കു സേവന നികുതി അഥവാ GST. GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അടുത്ത GST പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. GST ലയിപ്പിക്കപ്പെട്ട പ്രധാന പരോക്ഷ നികുതികളാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി എന്നിവ. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. വ്യാപാരികൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എത്ര രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവ് ഉണ്ടെങ്കിലാണ്? 20 ലക്ഷം. CGST ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. SGST ചുമത്തുന്നത് സംസ്ഥാന ഗവൺമെൻറ്. IGST ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്നതാണ് IGST. IGST കേന്ദ്ര സർക്കാർ പിരിച്ചതിനു ശേഷം സംസ്ഥാന വിഹിതം നൽകുകയാണ് ചെയ്യുന്നത്. CGST, SGST എന്നിവ ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. സംസ്കരിക്കാത്ത ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും GST നൽകേണ്ടതില്ല. GSTയിലെ നികുതി നിരക്കുകൾക്ക് എത്ര സ്ലാബുകളാണുള്ളത്? 4. 5%, 12%, 18%, 28%. GST സമിതി ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST സമിതിയിലെ അംഗങ്ങൾ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ എന്നിവർ ചേരുന്നതാണ് GST സമിതി. അടുത്ത GST സമിതിയുടെ ചുമതലകൾ എന്തെല്ലാം? GST ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവ ശുപാർശ ചെയ്യുക. GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും ശുപാർശ ചെയ്യുക. നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുക എന്നിവയാണ് GST സമിതിയുടെ ചുമതലകൾ. അടുത്ത നിലവിൽ GST പരിധിയിൽപ്പെടാത്ത ഇനങ്ങൾ ഏതെല്ലാമാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അസംസ്കൃത പെട്രോളിയം, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, കൂടാതെ വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം എന്നിവ GSTയുടെ പരിധിയിൽപ്പെടാത്ത ഇനങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. എന്താണ് സെസ്? സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. ആദായ നികുതിയോടൊപ്പമുള്ള വിദ്യാഭ്യാസ സെസ് ഉദാഹരണമാണ്. ആദായ നികുതിയോടൊപ്പമുള്ള വിദ്യാഭ്യാസ സെസ് സെസ്സിന് ഉദാഹരണമാണ്. സർചാർജ് ചുമത്തുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ്. എന്നാൽ ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്നതാണ് സെസ്. എന്താണ് സെസ്? എന്താണ് സർചാർജ്? സർചാർജ് ചുമത്തുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ്. എന്നാൽ ആവശ്യത്തിനുള്ള പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്നതാണ് സെസ്. എന്താണ് സർചാർജ്? നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ക്ലിയർ അല്ലേ? അടുത്തത്, തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന നികുതികൾക്ക് ഉദാഹരണങ്ങളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ. തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന നികുതികൾക്ക് ഉദാഹരണമാണ് വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST എന്നിവ. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതെല്ലാമാണ്? ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതെല്ലാം? കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, CGST, IGST എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ്.
അപ്പം പഠിച്ചിരിക്കുക. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതെല്ലാമാണ്? കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, CGST, IGST എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ, നികുതിയിലൂടെ അല്ലാതെ ലഭിക്കുന്ന വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാമാണ് നോക്കാം. ഒന്ന് ഫീസ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഗ്രാന്റ്, പലിശ, ലാഭം എന്നിവ നികുതി ഇതര വരുമാന സ്രോതസ്സുകളാണ്. നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? ഫീസ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഗ്രാന്റ്, പലിശ, ലാഭം എന്നിവ നികുതി ഇതര വരുമാന സ്രോതസ്സുകളാണ്. അടുത്തത് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ഏതെല്ലാമാണ്? ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഫീസിന് ഉദാഹരണമാണ്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് എന്നിവ ഫീസിന് ഉദാഹരണങ്ങളാണ്. നിയമം ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. നിയമം ലംഘിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത്. ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ ഗ്രാൻറ്റ്? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റ് എന്നറിയപ്പെടുന്നത്. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനം ആണ് ലാഭം എന്ന് പറയുന്നത്. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം എന്ന് പറയുന്നത്. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. സർക്കാർ വാങ്ങുന്ന വായ്പ അറിയപ്പെടുന്നത് പൊതുകടം എന്നാണ്. സർക്കാർ വാങ്ങുന്ന വായ്പ അറിയപ്പെടുന്നത് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് ആഭ്യന്തര കടം. രാജ്യത്തിനകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. അടുത്തത്, വിദേശ ഗവൺമെന്റിൽ നിന്ന് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് വിദേശ കടം. നമുക്ക് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കാരണം ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ പറയുമ്പോൾ തന്നെ. വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇന്ത്യക്കകത്തല്ല പുറത്തുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ മറ്റുള്ള രാജ്യങ്ങളിൽ, അവയിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് വിദേശ കടം എന്ന് പറയുന്നത്. ഇന്ത്യ കൂടുതൽ സ്വീകരിക്കുന്നത് ഏതുതരം കടമാണ്? ആഭ്യന്തര കടമാണ് അല്ലേ? ഇന്ത്യ കൂടുതൽ സ്വീകരിക്കുന്നത് ആഭ്യന്തര കടമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെയാണ് കടം വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പൊതുകടം വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവുണ്ട്. അതുപോലെ ജനസംഖ്യാ വർധനവ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. പ്രതിരോധ രംഗത്ത് എങ്ങനെയാണ് വർദ്ധിച്ച ചെലവ് വരിക? ഇപ്പോൾ എന്താ പറയുക, പ്രതിരോധ മന്ത്രാലയത്തിന് ഒത്തിരി ഫോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് സംഘടന നടക്കുകയാണ്, അവിടെ ഒരുപാട് ഫോഴ്സ് വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പ്രതിരോധ രംഗത്തെ ചിലവ് വർദ്ധിക്കും. അതുപോലെ ജനസംഖ്യയുടെ വർധനവുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കും. അപ്പോൾ അത് നിറവേറ്റി കൊടുക്കാൻ സർക്കാരിന് കഴിയണം. അടുത്തത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലേ? എന്താണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനം? ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലകളിൽ എന്താണ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അല്ലേ? ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് ധനം ആവശ്യമുണ്ട് അല്ലേ? ധനസഹായം ആവശ്യമുണ്ട്. അടുത്തത് വികസന പ്രവർത്തനങ്ങൾ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ റോഡ്, പിന്നെന്താ പറയുക, ഒരു ഗ്രാമപ്രദേശങ്ങളോ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളോ വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അവിടുത്തെ വികസനത്തിന്, ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും? ധനസമാഹരണം നടത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? പൊതുകടം വർദ്ധിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ്
പൊതുധനകാര്യം എന്ന് പറയുന്നത്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? പൊതുധനകാര്യം സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. പൊതുധനകാര്യം സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന രേഖയാണ് എന്ത്? ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ബജറ്റുകൾ 3 തരമുണ്ട്: അസന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. അങ്ങനെയെങ്കിൽ ബജറ്റുകൾ എത്ര വിധമാണുള്ളത്? 3 തരത്തിലുണ്ട്. 1 സന്തുലിത ബജറ്റ്, 2 മിച്ച ബജറ്റ്, 3 കമ്മി ബജറ്റ്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. വരുമാനവും അതുപോലെ ചെലവും തുല്യമായി വന്നാൽ അത്തരം ബജറ്റുകളെ പറയുന്നത് സന്തുലിത ബജറ്റ് എന്നാണ്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ്. അപ്പോൾ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അതെന്താവും? മിച്ച ബജറ്റ് ആവും അല്ലേ? അവിടെ നമുക്ക് എന്ത് കാണും? കുറച്ച് ധനം അവിടെ മിച്ചം കാണും അല്ലേ? ബാക്കി കാണും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ഉദാഹരണം, ആദായ നികുതിയോടൊപ്പമുള്ള വിദ്യാഭ്യാസ സെസ്. സർചാർജ് ചുമത്തുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ്, എന്നാൽ ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്നതാണ് സെസ്. തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന നികുതികൾക്ക് ഉദാഹരണങ്ങളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, CGST, IGST എന്നിവ. നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ഫീസ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഗ്രാന്റ്, പലിശ, ലാഭം എന്നിവ. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. ഉദാഹരണം, ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്. നിയമം ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാന്റുകൾ. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. സർക്കാർ വാങ്ങുന്ന വായ്പ അറിയപ്പെടുന്നത് പൊതുകടമെന്നാണ്. രാജ്യത്തിനകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് ആഭ്യന്തര കടം. വിദേശ ഗവൺമെന്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് വിദേശ കടം. ഇന്ത്യ കൂടുതൽ സ്വീകരിക്കുന്നത് ആഭ്യന്തര കടമാണ്. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ പ്രതിരോധ രംഗത്തെ വർധനച്ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യം സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന രേഖയാണ് ബജറ്റ്. പൊതുധനകാര്യം സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന രേഖയാണ് ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ബജറ്റുകൾ 3 വിധമുണ്ട്: സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. അടുത്തത്, വരുമാനം ചെലവിനേക്കാൾ കൂടിയാൽ, അതായത് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അത്തരം ബജറ്റുകളാണ് മിച്ച ബജറ്റ്. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്തത്, ചെലവ് വരുമാനത്തേക്കാൾ കൂടിയാൽ അത്തരം ബജറ്റാണ് കമ്മി ബജറ്റ്. ചെലവ് വരുമാനത്തേക്കാൾ കൂടിയാൽ അത്തരം ബജറ്റാണ് കമ്മി ബജറ്റ് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം കമ്മിയാണ്, ഓക്കെ, നമ്മുടെ കയ്യിൽ കുറവാണ്, അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത്, കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏത്? കോർപ്പറേറ്റ് നികുതി. കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഇതര വരുമാനം ലഭിക്കുന്ന സ്രോതസ് ഏത്? ലാഭം. കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ നികുതിയിൽ നിന്നല്ലാതെ വരുമാനം ലഭിക്കുന്ന സ്രോതസ്സാണ് ലാഭം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം. എന്താണ് ധനനയം?
പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ചെലവ് വരുമാനത്തേക്കാൾ കൂടിയാൽ കമ്മി ബജറ്റാണ്. കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ്. കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഇതര വരുമാനം ലഭിക്കുന്ന സ്രോതസ്സാണ് ലാഭം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്കത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് തൊട്ടുള്ള ക്ലാസ് ഇപ്പം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ SCERTയുടെ കൂടെ പാരലലായി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഉന്നത റാങ്കുകളിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളിത് പഠിച്ചു പോവുക. പലതും തപ്പിത്തെരഞ്ഞ് അതുപോലെ റാങ്ക് ഫയൽസൊക്കെ ഒരുപാട് വാരി വലിച്ച് വായിച്ച് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പരീക്ഷാ ഹാളിൽ എത്തുമ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ SCERT പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്